അയാളൊരു ഫാൻറ്റസി പറയാം അയാൾ. അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞ് പിന്നെ ഇത് ഇയാൾ വിടുന്നില്ല. ഞാൻ പറഞ്ഞാൽ പറ്റൂല, ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. ഇയാൾ നല്ല തെറിയ പറയാം, ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞാൽ അതൊക്കെ മോശമല്ലേ, ഇങ്ങനെ പറയുന്നത് മോശമല്ലേ, തെറി പറയാൻ നമുക്ക് അറിയാത്തോണ്ടല്ലോ. പിന്നെ ഇയാൾ വളരെ പ്രായമുള്ളൊരു മനുഷ്യനല്ലേ. അപ്പോൾ ഇയാളിങ്ങനെ ഇയാളെ ഫാൻറ്റസീസാണ് പറയുന്നത്, ഇയാളെ പെർവേർഷൻ മൊത്തം ഇയാൾ പറയാം. അത് ഇവിടെ പറയാൻ പറ്റില്ല ഇയാൾ എന്താ പറയുന്നത്. അങ്ങനെ ഇയാൾ ഒരു കോള് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല പറഞ്ഞു. അപ്പോൾ രാത്രി ഇയാൾ വീണ്ടും വിളിച്ചു. അങ്ങനെ ഇത് ഈ പറഞ്ഞ പോലെ കേസ് ഉണ്ട്. ഈ ഭയങ്കര ഹൈപ്പില്ലാത്തത്, ലോ ഇല്ല, ആരും കാണാത്ത പടം. ചെയ്താലും ചെയ്തില്ലെങ്കിൽ കുഴപ്പം. ഒരുപക്ഷെ ഇയാളിന് മുമ്പ് ഭീഷണിപ്പെടുത്തല്ലാതെ മറ്റു കേസ് പോലെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ സിനിമേനെ കാണില്ലായിരുന്നു. പക്ഷേ ഇയാൾ ഇതിന് ശേഷമാണ്. അപ്പോൾ ലാസ്റ്റ് എനിക്ക് എൻ്റെ മെൻ്റൽ കണ്ടീഷൻ മോശമായതുകൊണ്ട് എനിക്ക് ആ സമയത്ത് പ്രഷർ എടുക്കാനുള്ള മൈൻഡില്ല. എനിക്ക് 2 വഴിയുള്ളത്. ഒന്ന് ഡിലീറ്റ് ചെയ്യാതെ ലീഗലായിട്ട് പോവാം. എനിക്ക് തൊട്ടടുത്ത സ്റ്റേഷനിൽ പോയിട്ട് കോൾ റെക്കോർഡ് വധഭീഷണി മാത്രമല്ല, ഇയാൾ ഭയങ്കര ഭീകരമായുള്ള സാധനങ്ങൾ പറയാം, കോൾ റെക്കോർഡ് ഉണ്ട്. എന്നിട്ട് എനിക്ക് പ്രസ് മീറ്റും വിളിക്കാം, മീഡിയക്കും കൊടുക്കാം. അതൊന്ന്. പക്ഷെ അതിന് പോയി ഞാൻ പുറകെ പോകണം. പിന്നെ അതിനുള്ള സ്റ്റെഫില്ല, അതിനുള്ള സ്റ്റെഫില്ല. പിന്നെ രണ്ടാമത് എനിക്ക് ചെയ്യാൻ വെച്ചാൽ ഇയാളെ വെല്ലുവിളി സ്വീകരിക്കാം. അത് നിങ്ങൾ വന്നോ, ഇയാൾ അഡ്രസ്സ് താടാ മോനെ, ആ ലൈനില്ല. അപ്പം ഞാൻ എൻ്റെ അഡ്രസ്സ് ഇതാണ്, നിങ്ങൾ വന്നോ, ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശല്യം ഒഴിവാക്കുക. ഇത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി കളയാം. പക്ഷെ അന്ന് എനിക്ക് പറ്റിയ മിസ്കാൽക്കുലേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചത് ഡിലീറ്റ് ചെയ്താൽ ശ്രദ്ധിക്കൂലെന്ന്. പക്ഷെ അതിൻ്റെ ചെറിയ പടമായതുകൊണ്ടേ. പക്ഷെ ഓൾറെഡി ഇയാൾ അതിലൊരു കളി കളിച്ചെനിക്ക് സംശയമുണ്ട്. കാരണം ഇത് ഡിലീറ്റ് ചെയ്ത് വിത്തിൻ മിനിറ്റ്സ് ഒരു ഗ്രൂപ്പ് ഉണ്ട്, സിനിപോളിസ് അല്ല എന്തായാലും സിനി ഫയൽസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. അതിലൊരു ഫേക്ക് ഐ ഡി ഉണ്ട്. അത് ആരെ ഐ ഡി എന്ന് എനിക്കറിയില്ല. അത് പേര് ഓർക്കുന്നില്ല. എന്തോ ഒരു പ്രണവ് മോഹൻലാലിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് മനസ്സിലായി. പേരെനിക്ക് ഓർമ്മയില്ല. അപ്പോ ഇയാളെ വിത്തിൻ മിനിറ്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്ത ഉടനെ പോസ്റ്റ് വരണമെങ്കിൽ ഓൾറെഡി പ്ലാൻഡാ. അപ്പൊ ഇയാളിങ്ങനെ ഇതിനപ്പുറത്തെ പ്ലാൻ ചെയ്യുന്നു ഞാനറിയില്ല. ഞാനൊരു ശല്യം ഒഴിവാട്ടം വെച്ച് ചെയ്ത കാര്യം ഇയാൾ എന്ത് ചെയ്ത്, ഇയാളത് വെച്ച് കളിച്ച്. ഇയാൾ അപ്പം തന്നെ പോസ്റ്റ് വന്നപ്പോൾ അതിൽ വേറെ സംഭവം ഉണ്ടായി. ഇത് ഡിലീറ്റ് ചെയ്ത കാര്യം പിന്നെ നിരന്തരം പോസ്റ്റ് വരാം. പക്ഷെ പിന്നെ ഇവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, പിന്നെ സിനിമാക്കാർ തള്ളറിയാലോ. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ പല സിനിമാക്കാർ പറഞ്ഞു കേട്ടാ, അയാൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ ഗൺ പോയിന്റിൽ നിർത്തി. എന്നിട്ട് തലയ്ക്ക് തോക്ക് വെച്ചിട്ട് അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തെന്നൊക്കെയാണ് സിനിമാക്കാർ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഒരു മാനസികാവസ്ഥ പിന്നെ എനിക്കതിൽ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട് ചെയ്തതിൽ. അപ്പോൾ ഇതിവർ പ്ലാൻ ചെയ്തിട്ട്, അതായത് ഇവർക്കൊരു ബ്രേക്ക് ത്രൂ ആണായിരുന്നു. അതായത് എത്രയും കാലം ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ത് പറഞ്ഞാലും വഴങ്ങൂല, പൈസ വാങ്ങൂല, ഭീഷണിപ്പെടുത്തി വഴങ്ങൂല. അപ്പം അത് ഇവർക്ക് പൊളിച്ചിട്ട് എൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി ഇവർക്ക് പൊളിക്കണമായിരുന്നു. ക്രെഡിബിലിറ്റി ഇവർക്ക് പൊളിക്കണമായിരുന്നു. അപ്പോൾ ആ ക്രെഡിബിലിറ്റി പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, പ്ലാൻഡ്. ഇതിൻ്റെ പിന്നിൽ മറ്റേ ഇയാൾ അസോസിയേഷൻ ആളാണല്ലോ. പിന്നെ ഇയാൾ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇയാൾ വൻ ടീമാണെന്ന് എനിക്കറിയാം. പഴയ എന്തൊക്കെയോ വൻ കേസസുകളുള്ള ആളാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇയാൾ എന്നെ അടുത്ത് വീണ്ടും എന്നെ വിളിക്കുമെന്ന് എനിക്കറിയില്ല, ഇന്റർവ്യൂ കണ്ടിട്ട്. ഇപ്പം അത് പറയാനുള്ള ഒരു ഇത് പ്രചോദനത്തിനല്ല, അത് നമ്മളോരോ മൂഡല്ലേ. ഇതേ ക്വസ്റ്റ്യൻ മുമ്പും പലരും ചോദിച്ചിട്ടുണ്ട്. ബൈജു എന്നാർ ഇന്റർവ്യൂവിലാണ് ചോദിച്ചിട്ടുണ്ട്, അല്ലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു വാക്കിൻ ഇന്റർവ്യൂ ആയിട്ട് ഇത്ര വിശദമായി പറയാൻ പറ്റിയില്ല. അപ്പം ഇയാളിനി നാളെ ആളെയും കൂട്ടി വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ പിന്നെ നമുക്കൊരോ മൂഡല്ലേ. പക്ഷെ അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്യുന്നുള്ള ഞാൻ അറിഞ്ഞില്ല. മനസ്സിലായോ? ഇവരിത് എൻ്റെ ക്രെഡിബിലിറ്റി തകർക്കാൻ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കീഴടങ്ങുന്ന ആളാണെന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പ്രൊപ്പഗാൻഡയായിട്ട് യൂസ് ചെയ്യുന്നുള്ള ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഇയാൾക്ക് ഒരു മാനസിക പ്രശ്നം ഉണ്ടായി പടത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ. അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡിലീറ്റ് ചെയ്ത് ആരും അറിയില്ലെന്ന് വിചാരിച്ചേ. കാരണം എന്നെ എത്ര ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സംഭവം ഡിലീറ്റായി എന്നേ വിചാരിച്ചുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ടെക്നിക്കലി ഡിലീറ്റ് ആവുമല്ലോ, കോപ്പിറൈറ്റ് വന്നിട്ട് ഡിലീറ്റ് ആവുമല്ലോ. അത് ആൾക്കാർ അങ്ങനെ എടുത്തോട്ടെ ഞാൻ വിചാരിച്ചാ. നോക്കും ഇവർ തന്നെ പറഞ്ഞ് തോക്കിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ച ഇവർ തന്നെ പറഞ്ഞ് പാട്ടാക്കി. അതൊരാൾക്കാർക്ക് മനസ്സിലായി ഡിലീറ്റ് ചെയ്താണെന്ന്. അപ്പം അത് കഴിഞ്ഞ കാര്യം. പിന്നെ അതിന് ശേഷം പുള്ളി പടം ചെയ്തിട്ടില്ല. പിന്നെ മറ്റേ ഇത് സമ്മറിൻ ബദലയം റിലീസ് ചെയ്യുന്നു ദേവദൂതൻ. പക്ഷെ അത് എനിക്ക് താല്പര്യമില്ലാത്ത പടങ്ങളായിട്ട് കണ്ടിട്ടില്ല. ദേവദൂതൻ എനിക്ക് താല്പര്യമില്ലാത്ത പടം. പക്ഷെ നല്ലൊരു സിനിമയല്ല ദേവദൂതൻ. അതിൽ എനിക്ക് ആ ജോൺറ വലിയ താല്പര്യമില്ല. സമ്മറിൻ ബദലയം അതായത് താല്പര്യമുണ്ട്, പുതിയ പടമാണ് താല്പര്യം. റീവാച്ച് ചെയ്യാൻ എനിക്ക് പടം കണ്ടിട്ടുണ്ട്. എനിക്ക് ഹൊററും ഫാന്റസിയും റീവാച്ച് ചെയ്യാൻ താല്പര്യമില്ല. രാവണപ്രഭു ഞാൻ 2 വട്ടം കണ്ടു റിലീസിന്. എനിക്ക് കൈൻഡ് ഓഫ് മാസ് അന്ന് അല്ല, ഇപ്പൊ റീറിലീസ് ചെയ്യുമ്പോൾ 2 വട്ടം കണ്ടു. ഇത്തവണ 2 വട്ടം. കാരണം ദോസം മൈ കപ്പ് ഓഫ് ടീ. അപ്പോൾ എനിക്കത് കാണാൻ താല്പര്യം ഉണ്ടാകും. അല്ലാതെ സ്റ്റേറ്റ് അല്ല.
ഓക്കെ. ഉം. ഇപ്പം അശ്വന്തൊക്കെ കീഴടങ്ങുന്ന ഒരാളാണെന്നൊരു ടോക്ക് വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു താപ്പാണ്, അവനെ ഭീഷണിപ്പെടുത്തി അതെ കഴിഞ്ഞാൽ അതെ അതെ അവൻ അതെ 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 അങ്ങനെ ഒരുപാട് കൂടുതൽ പിന്നീട് വന്നിട്ടുണ്ടാവില്ല. ഉണ്ട് 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 ഉണ്ട്. അതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഓക്കെ. പക്ഷെ ഇതൊരു ആ പുള്ളിയെ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നടക്കും. മാത്രമല്ല പുള്ളിക്ക് നല്ല അപ്രീഷിയേഷനും കിട്ടി. കാരണം വേറെ ആർക്കും സാധിക്കാത്ത കാര്യങ്ങൾ സാധിച്ചില്ല. അപ്പൊ ഇയാള് ഭയങ്കര ഡോണാണ്, അപ്പൊ അതുകൊണ്ടൊക്കെ സാധിച്ചു എന്നുള്ള ഒരു ഇത് വരികയും ചെയ്തു. പിന്നീട് വന്ന ഭീഷണികളോടൊക്കെ എന്താണ് പ്രതികരണം ഉണ്ടായത്? പിന്നീട് ഒരുപാട് സിനിമ എപ്പോഴും വിളിക്കണ്ടാവും, സ്വാഭാവികമായിട്ടും മെസ്സേജ് ആയിട്ടുണ്ടാവും. അല്ല, ഞാൻ കോൾ എടുക്കലില്ല അധികം. ഞാൻ ഈ വീക്കെൻഡ്സിൽ കോൾസ് എടുക്കാറില്ല. പിന്നെ വല്ല ഡെലിവറി ഉണ്ടെങ്കിൽ കോൾ എടുക്കുമ്പോൾ മാറിപ്പോകുന്നുള്ളൂ. കാരണം നമുക്കറിയില്ലല്ലോ ഡെലിവറി ബോയാണ് വിളിക്കുന്നത് സിനിമാക്കാരാണെന്ന്. അല്ലാതെ ഞാൻ അൺനോൺ നമ്പേഴ്സ് കോൾസ് എടുക്കാറില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യമില്ലല്ലോ. ഈ ഏതെങ്കിലും ഒരു ആക്ടറുടെ പേര് പറയണ്ട, നമ്മളൊക്കെ അത്രയും അറിയുന്ന ഒരു നടനോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ആരെങ്കിലും ഒരാൾ വിളിച്ചിട്ട് അയാളുടെ പടത്തിനെ പറ്റി സംസാരിച്ചതിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കണം? എങ്ങനെ നല്ലത് കാണോ അല്ലെങ്കിൽ ചീത്ത വിളിച്ചാണോ? മോശം. നല്ലത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അംഗീകരിക്കുമല്ലോ. മോശം പറയുമ്പോഴാണല്ലോ എല്ലാവർക്കും ദേഷ്യം വരുള്ളൂ. നടന്മാരാരും വിളിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും പിന്നെ പ്രൊഡ്യൂസറെ താങ്ങുന്ന ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ളൂ. നടന്മാരാരും വിളിച്ചില്ല. കാരണം അവർക്കൊരു ഇതുണ്ടാവില്ല, ഇത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ നാണക്കെടല്ലേ. കോള് മറ്റവർക്ക് നാണക്കെടില്ലല്ലോ പ്രൊഡ്യൂസേഴ്സിന്. ഉണ്ണിക്ക് പറ്റിയ അവരാരാ ഉണ്ണിക്ക് വൻ പണിയല്ലേ കിട്ടിയത്. ഉണ്ണി ഇമ്മച്ചുവറായിട്ട് അത് ഡീൽ ചെയ്തുകൊണ്ട് പ്രശ്നം വന്നില്ലേ. അതുപോലെ സീക്രട്ട് ഏജന്റ് അതിൽ മൂപ്പർക്ക് നല്ല റീച്ചും കിട്ടി. നടന്മാരും ഒരിക്കലും അങ്ങനെ നിൽക്കൂല. അവർ വേണേൽ വേറെ കൊണ്ട് വിളിപ്പിച്ചാലേ ഉള്ളൂ. എന്നെ വിളിച്ചിട്ടില്ല, ഒരു നടൻ വിളിച്ചില്ല. അല്ലാതെ താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ വിളിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം അശ്വന്ത് ഒരു നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എല്ലാ പ്രൊമോഷൻ ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ അശ്വന്തിന്റെ നല്ലത് പറയുന്നതിന്റെ പോയിന്റ് എടുത്ത് വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് ടീസർ വരുന്നത്. അതിന് അവർക്ക് തെറി കേൾക്കാറുണ്ട്. കാരണം അതിന്റെ തൊട്ട മുമ്പിലത്തെ സിനിമ മോശം പറഞ്ഞ ആൾക്കാർ തന്നെ നാണമില്ലേ ഇവന്റെ ഒക്കെ എടുത്തിട്ട് ഇടാൻ. പ്രത്യേകിച്ച് നടന്മാർക്ക് നല്ല തെറി കേൾക്കും. ഇവന്റെ ഒക്കെ ഇടാൻ നാണമില്ലേ മറ്റേ ഇല്ലേ. പക്ഷെ അത് കയറിയാത്ത ആൾക്കാർ ഇടാറുണ്ട്. അതായത് മോശം പറയുമ്പോൾ നമ്മൾ തെറി വിളിക്കും, നല്ലത് പറയുമ്പോൾ എടുത്തിട്ടും. അത് എന്റെ മാത്രമല്ല, ഒരുവിധം എല്ലാവരും ഉണ്ണീന്റെ ഒക്കെ ഇടാറുണ്ട്. ഇത്രയും നമ്മളൊരു റിവ്യൂ ചെയ്യുന്നു, അതിന്റെ നമ്മൾ സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയിരിക്കണം. പിന്നീട് നടക്കുന്ന ഈ കോലാഹലമൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യുന്നു കണ്ടിട്ട് നോക്കൂ. ഈ കമന്റ്സ് ഒക്കെ വരുന്നു, ആളുകൾ പ്രസ് മീറ്റ് ചെയ്തിട്ട് അശ്വന്തോക്ക് ആരാണ് എന്നെ വെല്ലുവിളിക്കും, ഞാൻ അവനെ വെല്ലുവിളിക്കും, അവൻ എന്നെ ചിലപ്പം എന്താണ് താറടിച്ച് കാണിച്ചേക്കാം, പക്ഷെ എനിക്കത് പ്രശ്നമല്ല, അയാളാണെന്ന് പറയാൻ. ഇങ്ങനെ ഒരുപാട് നടന്മാരും ടെക്നീഷ്യന്മാരും ഒക്കെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പം അന്നേരം ഒന്നും അശ്വന്ത് മറുപടി കൊടുക്കാൻ ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു റിവ്യൂ പറയുന്നു സമാനമായിട്ട് വീട്ടിൽ നിന്നെല്ലാം കണ്ട് എൻജോയ് ചെയ്യണം. മറ്റേ ഈ സ്പൈഡർ സിനിമയിലെ സൂര്യ സൈക്കോ എൻജോയ് ചെയ്യണം. അല്ല, കയോസ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെ ലൈഫ് വീക്കെൻഡ്സിൽ ഒരു ലൈഫും വീക്ക് ഡേയ്സിൽ വേറെ ലൈഫാണ്. മനസ്സിലായില്ല. അതായത് വീക്കെൻഡ് ആകുമ്പോൾ ഞാൻ വേറെ മോഡലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ഉറങ്ങണം, റിവ്യൂസ് ചെയ്യണം, കുറച്ചും കൂടെ നമ്മൾ വർക്കഹോളിക്കായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു വീക്കിൽ ഇപ്പം ഞാനിപ്പോൾ ഒരു റിവ്യൂ ഇട്ട് ഇപ്പം 2 വലിയ സിനിമ ഇറങ്ങിയെന്ന് വെച്ചാൽ, ഇപ്പം ഹൃദയപൂർവ്വം ലോകെ ഒരു ദിവസം ഇറങ്ങിയ സിനിമ. അപ്പം സ്വാഭാവികമായിട്ടും ലാലേട്ടൻ സിനിമയിൽ നമ്മൾ ആദ്യം കാണാം. അപ്പോൾ ഹൃദയപൂർവ്വം ഞാൻ വീഡിയോ ഇട്ട് ഞാൻ അതിൻ്റെ ആദ്യം വരുന്ന കമൻസ് നോക്കും. കാരണം നമുക്ക് ഒരു സപ്പോർട്ട് നമ്മൾ പറഞ്ഞതിന് അനുകൂലമായിട്ടാണോ ആൾക്കാർ ഇതിനെ വിലയിരുത്തുന്നത് അറിയാൻ വേണ്ടിയിട്ട് നോക്കും. ഒരു 100 കമൻസ് 200 കമൻസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കാറില്ല. പിന്നെ ഇത് അത്രയും കമൻസ് വരും. എൻ്റെ മിനിമം ഒരു വലിയ പടത്തിനൊക്കെ 1000, 2000, 3000, 4000 കമൻസ് ഒക്കെ വരും.